ട്രംപിന്റെ ജനപ്രീതി ട്രംപ് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു കല്ല് താഴോട്ട് ഇടുമ്പോൾ എത്ര വേഗതയിലാണോ അത് താഴോട്ട് വരിക അതേ രീതിയിൽ താഴോട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. എന്തിന്റെ പശ്ചാത്തലത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ US പോയിട്ട് ഇറാനെ ആക്രമിക്കുന്ന പശ്ചാത്തലത്തിലാണ്. അതായത് യുദ്ധത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ള കാര്യത്തിൽ അമേരിക്കയിലെ ഭൂരിഭാഗം ആൾക്കാരിലും സംശയമുണ്ട് എന്നുള്ളതാണ്. അതായത് ട്രംപ് പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തതയുമില്ല, അതിൽ സംശയം ഉണ്ട് എന്നുള്ളതാണ് അമേരിക്കയിലെ ജനങ്ങൾ ഇപ്പൊ പറയുന്നത്. അപ്പോൾ ഈ ഒരു സർവേ നടത്തിയിരിക്കുന്നത് റോയിട്ടേഴ്സും അതേപോലെ തന്നെ ഇപ്സോസും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സർവേ നടത്തിയത്. അപ്പൊ അതിൽ പറയുന്നത് അമേരിക്കയിലെ മൂന്നിലൊന്ന് അമേരിക്കക്കാരും, അതായത് മൂന്നിലൊന്ന് അമേരിക്കക്കാരും എന്താണ് ഈ പറയുന്ന ട്രംപിന്റെ നിലപാടുകളിൽ സംശയം പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത്. അതായത് ഇറാനെതിരായ സൈനിക നടപടിയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഭരണകൂടത്തിനും തിരിച്ചടിയായി ജനപിന്തുണ കുത്തനെ കുറയുന്നതായ റിപ്പോർട്ട്. റോയിട്ടേഴ്സ് ഇപ്സോസ് നടത്തിയ പുതിയ സർവേ പ്രകാരം മൂന്നിലൊന്ന് അമേരിക്കക്കാർ മാത്രമാണ് നിലവിൽ ഇറാൻ യുദ്ധത്തെ പിന്തുണക്കുന്നത്. അതായത് പിന്തുണക്കുന്നതാട്ടം മൂന്നിൽ ഒരു വിഭാഗം മാത്രമാണ് പിന്തുണയ്ക്കുന്നത്. ആക്രമണം ആരംഭിച്ച് 5 മാസം പിന്നിടുമ്പോൾ സംഘർഷത്തിൽ ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ പിന്തുണയാണിത്. ഈ പിന്തുണയെ നമ്മൾ യഥാർത്ഥത്തിൽ കാണേണ്ടത് എന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണെന്നറിയോ? അമേരിക്ക ഇറാഖിനെ ആക്രമിച്ച സമയത്ത് അമേരിക്കയിലെ 70% ആൾക്കാരും അന്ന് ആ ആക്രമണത്തെ പിന്തുണച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അമേരിക്ക അഫ്ഗാനിസ്ഥാൻ ആക്രമിക്കുന്ന സമയത്ത് അമേരിക്കയിലെ 90% ആൾക്കാരും അന്ന് ആ ആക്രമണത്തെ പിന്തുണക്കുന്നുണ്ടായിരുന്നു. അവിടെയാണ് മൂന്നിൽ ഒന്ന് മാത്രം, അതായത് അതിന്റെ ഒരു 1/4 ആൾക്കാർ മാത്രം പിന്തുണക്കുകയും മെജോറിറ്റി ഇതിനെ എതിർക്കുകയും ചെയ്യുന്ന ഒരു യുദ്ധമായിട്ട് ഇപ്പോൾ ഈ ഒരു കാര്യം മാറുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് മിഡ് ടേം ഇലക്ഷൻ വരുന്ന പശ്ചാത്തലത്തിലാണ് ട്രംപിന് ഈ ജാതി പിന്തുണ ഇടിവ് സംഭവിക്കുന്നത് എന്നുള്ളതും കൂടെ കാണണം. ഇനി ഈ സർവേയുടെ റിപ്പോർട്ടുകളാണോ ഇനി ഇപ്പൊ ഈ യുദ്ധം പെട്ടെന്ന് തന്നെ സ്വിച്ചിട്ട് നിർത്താനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കൺഫ്യൂഷൻ ആണ്. കാരണം ഇങ്ങനെ ഒരു സർവേ വരെയും മിഡ് ടേം ഇലക്ഷൻ അടുത്തോണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിനെയും കൊണ്ട് ഈ ചങ്ങായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിലും ഒരു സംശയം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതില് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് എന്താ പറയാ സംശയം ഉണ്ടാക്കാനുള്ള കാരണം പല കാര്യങ്ങള് പല സമയങ്ങളിലായിട്ട് പറയുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറാനിലെ ഭരണമാറ്റാണ്. അതായത് ഇറാനിൽ ഒരു റെജീം ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ അന്ന് ഈ ആയത്തുള്ള അലി ഖമനയ്ക്കെതിരെയും ഈ പറയുന്ന എന്താ പറയുക ഭരണകൂടത്തിനെതിരെയും അവിടുത്തെ യങ്സ്റ്റേഴ്സ് പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ. അതായത് മഹ്സാ അമിനി അടക്കമുള്ള പെൺകുട്ടി കൊല്ലപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയും അതിനുശേഷം ഉണ്ടായിട്ട് വന്നിട്ടുള്ള പ്രൊട്ടസ്റ്റ് ഒക്കെ ബേസ് ചെയ്തിട്ട് ശക്തമായ ജനരോക്ഷം ആ സർക്കാരിനെതിരെ നിലനിൽക്കുന്ന സമയത്ത് അവിടെ ഭരണമാറ്റം കൊണ്ടുവരാൻ പോകുന്നു, അമേരിക്കൻ ഇടപെടൽ ഉണ്ടായി കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവരുടെ ഭരണമാറ്റം നടത്താം, അതിന് അവിടുത്തെ ആളുകളുടെ പിന്തുണ ഉണ്ടാവും എന്നുള്ളതാണ് കരുതിയത്. പക്ഷെ നേരെ ഉൾട്ടയടിച്ചു. ആളുകൾ പിന്തുണച്ചില്ല, ഭരണമാറ്റം സംഭവിച്ചില്ല, ഉള്ള ഭരണകൂടത്തിന് ഇപ്പൊ ജനപ്രീതി കൂടുകയും ചെയ്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയും കൂടെ ചെയ്തു എന്നുള്ളതാണ്. അപ്പോഴാണ് അടുത്ത ഒരു പോയിന്റുമായിട്ട് വരുന്നത്, ഭരണമാറ്റമല്ല, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഷിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ യുദ്ധം ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ആദ്യം പറഞ്ഞ യുദ്ധത്തിന്റെ ഒബ്ജക്റ്റീവിൽ നിന്നും അമേരിക്ക പിന്നോട്ട് പോയി. എന്നിട്ട് ഇപ്പൊ രണ്ടാമത് പറയുന്നത് ബാലിസ്റ്റിക് മിസൈലിന്റെ ശേഷി ഇല്ലാതാക്കാനാണെന്നുള്ളത്. എന്നിട്ട് എന്ത് ചെയ്തു? അടുത്തതായിട്ട് ആയത്തുള്ള അലി ഖൊമേനി പോലെയുള്ള ആൾക്കാരൊക്കെ കൊന്നതിന് ശേഷം പിന്നെ ചെയ്ത പരിപാടി ഇവരുടെ ബാലിസ്റ്റിക് മിസൈലുകൾ സൂക്ഷിച്ചിട്ടുള്ള യുദ്ധമുഖങ്ങളിലും അതേപോലെ തന്നെ ലോഞ്ചറുകളെല്ലാം പോയി ആക്രമിക്കുകയാണ് ചെയ്തത്. എന്നിട്ടും ഇറാന്റെ തിരിച്ചടി അതേപോലെ തന്നെ തുടരുകയും പെട്ടെന്ന് ഇറാൻ ഇതുവരെ ചെയ്യാത്ത രീതിയിൽ ശക്തമായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ അടക്കം നടത്തുകയും ഇസ്രായേലിന് നല്ല അടി കിട്ടുകയും ചെയ്യുന്ന പശ്ചാത്തലം ഉണ്ടാവുകയും കൂടെ ചെയ്തു. അപ്പോഴാണ് വീണ്ടും എന്താവുന്നത്, വീണ്ടും നരേഷനെ വീണ്ടും മാറ്റുന്നത്. അപ്പോൾ ആ നരേഷനെ മാറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറാൻ 60% യുറേനിയം സമ്പുഷ്ടീകരിച്ച് കഴിഞ്ഞു, ഇതേ ഇറാൻ അണുവായുധം ഉണ്ടാക്കാൻ പോകുന്നു, അതുകൊണ്ട് ഇറാൻ അതിൽ നിന്നും തടയണം എന്ന് പറഞ്ഞിട്ടായി അടുത്ത നരേഷൻ. അപ്പോൾ ഫസ്റ്റത്തത് പൊട്ടി, രണ്ടാമത്തത് പൊട്ടി, മൂന്നാമത്തതിലേക്കാണ് ഇപ്പൊ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത് തന്നെ ഇറാൻ ഓൾറെഡി ഒരു ഫത്വ ഇറക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ വിശ്വാസപ്രകാരം തന്നെ ഞങ്ങൾക്ക് ഈ സാധനം ഉണ്ടാക്കാൻ പറ്റത്തില്ല, പക്ഷേ
ഞങ്ങൾ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഞങ്ങളുടെ എനർജി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ പറയുന്ന സാധനം ഞങ്ങൾ ഉണ്ടാക്കി വെക്കും എന്നുള്ളൊരു കാര്യം ഓൾറെഡി ഇറാൻ പറയുകയും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അത് അമേരിക്കൻ ജനങ്ങളിൽ സംശയം ഉണ്ടാക്കുന്നു. അതായത് ഞങ്ങൾ ഇത് ഉണ്ടാക്കില്ല എന്ന് ഇറാൻ പറഞ്ഞിട്ട് വീണ്ടും പിന്നെ എന്തിനാണ് നിങ്ങൾ അവിടെ പോയി അവരുണ്ടാക്കും എന്ന് പറഞ്ഞ് ആക്രമിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഇവരിത് ഉണ്ടാക്കില്ല എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. അതിന്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഫത്വയൊക്കെ ഇറക്കി ആ റെജീം എല്ലാം പോയി. ആ റെജീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയത്തുൽ അലി ഖമേനിയൊക്കെ ഇപ്പൊ മരിച്ചുപോയി അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു. ഇപ്പോഴുള്ള മുജ്തബ ഖമേനി ഇതിന് നേരെ തിരിച്ചാണ്. ഈ സാധനമൊക്കെ ഉണ്ടാക്കണം, യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ നിർത്താൻ പാടില്ല എന്നൊക്കെയുള്ള അഭിപ്രായമുള്ള ആളാണ്. അപ്പൊ അതിന് വേണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു എന്താ പറയുക ലെജിറ്റിമസി ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇങ്ങനെ യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളതിന് യാതൊരു ക്ലാരിറ്റിയും ഇന്നേ വരെ അമേരിക്കയിലെ ജനങ്ങൾക്കില്ല. അത് മാത്രമല്ല, ഇതിന്റെ കെടുതി മൊത്തം അനുഭവിച്ചത് ഇറാഖിനെ ആക്രമിച്ച സമയത്ത് അമേരിക്ക കെടുതി അനുഭവിച്ചിട്ടില്ല, അഫ്ഗാനിസ്ഥാൻ ആക്രമിച്ച സമയത്ത് അമേരിക്കക്ക് ഒരു കെടുതി അനുഭവിച്ചിട്ടില്ല. പക്ഷേ ഇറാൻ ആക്രമിച്ച സമയത്ത് സംഭവിച്ച എന്താ വെച്ച് കഴിഞ്ഞാല് അമേരിക്കയിലും അതിന്റെ അനുരണനങ്ങൾ ഉണ്ടായി, അതിന്റെ കെടുതികൾ അവരും അനുഭവിച്ചു. പെട്രോളിന്റെ വില കൂടി, സാധനങ്ങളുടെ വില കൂടി, ഇൻഫ്ലേഷൻ ഉണ്ടായി, ഇങ്ങനെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ അമേരിക്കക്കാരും കൂടെ ആദ്യമായിട്ട് കടന്നു പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് ഇപ്പൊ ട്രംപ് പറഞ്ഞ പോലെ തന്നെ കല്ല് താഴേക്ക് ഇടുന്ന സമയത്ത് എങ്ങനെയാണോ അത് താഴേട്ട് വരുന്നത്, എത്ര സ്പീഡിലാണ് വരുന്നത്, അതേ സ്പീഡിൽ ജനപ്രീതി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് റോയിട്ടേഴ്സ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇതിന്റെ ഈ അഭിപ്രായ സർവേകളൊക്കെ പുറത്തു വന്നതിന് ശേഷം വൈറ്റ് ഹൗസ് ആക്ച്വലി ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാല് അഭിപ്രായ സർവേകളുടെ അടിസ്ഥാനത്തിലല്ല ട്രംപ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഒലീവിയ വെയിൽസ് എന്ന് പറയുന്ന വൈറ്റ് ഹൗസ് വക്താവാണ് ഈ ഒരു സാധനം പറഞ്ഞത്. ഇത് അഭിപ്രായ സർവേകളുടെ അടിസ്ഥാനത്തിലല്ല ട്രംപ് തീരുമാനം എടുക്കുന്നത്. പക്ഷേ ഈ അഭിപ്രായ സർവേകള് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ തീരുമാനം എടുക്കാനുള്ള പ്രസിഡന്റ് പദവി അവിടെ ഉണ്ടാവില്ല മിഡ് ടേം ഇലക്ഷനിൽ എന്നുള്ളതാണ്. തോറ്റു പോയി കഴിഞ്ഞാൽ ഒരു ഡമ്മി പ്രസിഡന്റ് ആയിട്ട് ഇരിക്കാനേ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം കൂടെ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇറാൻ ഒരിക്കലും അണുവായുധം നിർമ്മിക്കില്ലെന്ന് ഉറപ്പാക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നതെന്നും ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ധീരമായ നടപടികൾ സ്വീകരിക്കുന്ന കമാൻഡ് ഇൻ ചീഫാണ് ട്രംപ് എന്നും അവർ കൂട്ടിച്ചേർത്തു. അപ്പോൾ നേരത്തെ ഇപ്പൊ ലാസ്റ്റത്തെ നെഗറ്റീവിലാണ് ഇപ്പൊ പിടിച്ചു നിൽക്കുന്നത്. 60% യുറേനിയം അത് സമ്പുഷ്ടീകരിച്ച് അത് ഇനി അടുത്ത് 90% ആക്കും, അത് ഒരു ആയുധം നിർമ്മിക്കും എന്നുള്ള ആ ഒരു നെഗറ്റീവ്സിലാണ് ഇപ്പൊ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്. ആ ഒരു നെഗറ്റീവ്സ് ആക്ച്വലി ഇട്ട് കൊടുത്തത് ഇസ്രായേലാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇത് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നിലകൊള്ളുന്ന ധീരനായ ഒരു കമാൻഡിങ് ചീഫാണെന്നാണ് പറയുന്നത്. വാക്കിന് ഒരു വ്യവസ്ഥയും ഒരു വിലയില്ലാത്ത കമാൻഡിങ് ചീഫാണെന്നും കൂടെ വേണമെങ്കിൽ കൂട്ടിച്ചേർത്ത് പറയാം. അപ്പോൾ അതേസമയം കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് എന്താ പറയുക 37% ഇപ്പോൾ ട്രംപിന്റെ ജനപ്രീതി എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിനും പോയി കുടുങ്ങുകയും ചെയ്തു. ഇന്ന് യുദ്ധം തീർത്ത് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഇസ്രായേലോട്ട് സമ്മതിക്കുന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്സ്റ്റീൻ്റെ കുറെ വീഡിയോസും ഫയലൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം കൂടെ പുറത്തോട്ട് കുടഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പണി വാളും എന്നുള്ളത് അറിയാം. അപ്പോൾ മൊത്തത്തിൽ ഇപ്പൊ കുടുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ട്രംപും ടീമും ഒക്കെ ഉള്ളത് എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്.